ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല മഴ കാരണം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കുക്കിംഗ് വ്ളോഗ്സ് ആണെങ്കിലും പുറത്തെ വ്ളോഗ്സ് ആണെങ്കിലും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിൽ മഴ പെയ്യുമ്പോൾ കണ്ടോ ഇവിടേക്കൊക്കെ വെള്ളം വരും. മീൻസ് അതിൽ തെറിച്ചിട്ട് അതിൽ താഴേക്ക് വീണിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അപ്പം ഇവിടുത്തെ വലിയൊരു ടാസ്ക് എന്താ വെച്ചാൽ ഈ ഒരു ടൈൽ മൊത്തം നമ്മൾ മോപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യണം. വൈപ്പ് ചെയ്താലും പോവില്ല. ശരി, റോയിക്കുട്ട വലിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. റോസുവിൻ്റെ ടീഷർട്ടും അവളുടെ പാൻറ്റുമാണ്. എനിക്ക് കന്നാസും കടലാസും സിനിമയിൽ ആ ഒരു ഡ്രസ്സാണ് ഓർമ്മ വരുന്നത്. എന്തുപറ്റി? ചിരിക്കൂല ഇപ്പം ചിരിക്കും. റോസു മേലെ ക്ലീനാക്കിയാ? റീനു താഴെ ക്ലീനാക്കുക. ഒരാൾ കല്യാണിയമ്മ പോയിട്ട് മേലെ ക്ലീനാക്കിക്കോളൂ. റീനു ഇപ്പോൾ അവിടെ താഴെ അടിച്ചു വാരുന്നുണ്ട്. റോസുനി മേലെ അടിച്ചു വാരണം. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ. എല്ലാ ദിവസം മുഴുവനും റീനു ആണ് ഇവിടെ ക്ലീൻ ആക്കൽ. കിച്ചന് ക്ലീൻ ആക്കലുണ്ട്. കിച്ചന് ടേബിൾ തുടക്കൽ റോസുവിൻ്റെ ഡ്യൂട്ടി ആയിട്ടാ. പാത്രം കഴുകൽ എന്നും റീനു അല്ലേ? ഇന്നലെ റോസുവിന് ഒരു പണിഷ്മെന്റ് കൊടുത്ത് നമ്മൾ വീഡിയോയിൽ ആരോ പറഞ്ഞു പറയട്ടെ. നമ്മൾ വീഡിയോയിൽ ഒരാൾ ആരോ പറഞ്ഞു ലാസ്റ്റ് കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ ലാസ്റ്റ് വരുന്നവര് ഡ്യൂട്ടി ആക്കണം പാത്രം കഴുകലെന്ന്. അപ്പോൾ ഇന്നലെ റോസു ലാസ്റ്റ് വന്നപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് റോസുവിനെ കൊണ്ട് ഇന്നലെ പണിഷ്മെന്റ് കൊടുത്തു. ആ പാത്രം മുഴുവനും കഴിച്ച്. നല്ല മഴ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇവിടെ റൂഹിൻ്റെ സോഫയുടെ റൂഹിൻ്റെ സോഫ ഇവിടെ. റൂഹി സോഫ അവിടെ കൊണ്ടുവച്ച് കാണിച്ചെടുക്ക്. റൂഹിൻ്റെ എയർ സോഫ. അത് റൂഹിൻ്റെ എയർ സോഫയാണ്. ഇതാണ് റൂഹിൻ്റെ എയർ സോഫ. റൂഹി ഫുൾ ടൈം ഇപ്പം അതിലാണ്. കാല് വെച്ചിരുന്ന റൂഹി എന്താ കയ്യിൽ തട്ടി? എന്ത് പറ്റി കുട്ടീൻ്റെ കൈക്ക്? മുറിയായാ? എന്നാൽ നാളെ സ്കൂളിൽ പോകണ്ട കേട്ടാ. പോണ്ട. മുറി അയക്കണം. ഓക്കെ. മാമിനോട് പറയട്ടെ അമ്മ കയ്യിൽ മുറി അയക്കണം. നാളെ സ്കൂളിലേക്ക് വരുന്നില്ല എന്നിട്ടാ. നാളെ സൺഡേ ആണ്. പക്ഷെ നാളെ സ്കൂളിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയട്ടാ. ഓക്കെ, നെക്സ്റ്റൊക്കെ പോവാന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇരുന്നാൽ നമുക്ക് നല്ല രസത്തിൽ എന്താ പറയുക, ഇവിടെ മഴ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രാണികൾ മുഴുവൻ ഇങ്ങോട്ടൊക്കെ വരും. അപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനത് തുറക്കാറില്ല. പക്ഷെ ശരിക്കും തുറന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. ചെറിയ കുട്ടിയാ കരിയാന്. പിന്നെ നമ്മൾ ഇവിടെ ചെറിയ കുട്ടിയാണ്. കറിയും അന്ന് കരിഞ്ഞോ നോക്കട്ടെ ഒന്നും കൂടി. നമ്മൾ ഇവിടെ വാങ്ങിച്ച പുതിയ പ്ലാന്റ് ആണ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഞാൻ നോർമൽ പ്ലാന്റ്സ് വെക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. അതായത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഈ പ്രാണികളുടെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. അപ്പം ഇവിടെ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നോർമൽ പ്ലാന്റ്സ് വെക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പ്രാണികൾ നന്നായിട്ട് വരുന്നുണ്ട് വീട്ടിനകത്ത്. അപ്പോൾ എന്തോ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞാനിപ്പോൾ ഇവിടെ അകത്ത് വെച്ച് ഇൻഡോർ പ്ലാന്റ്സിനെ പുറത്ത് കൊണ്ടുവച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രാണികൾ ഒഴിവാക്കുക? അതും വ്യത്യസ്ത തരം പ്രാണികൾ കേട്ടോ. നമ്മളിങ്ങനെ രാത്രി ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ കാരണം ചെവിയിലും മൂക്കിലൊക്കെ ഇങ്ങനെ കയറാൻ നിൽക്കുന്ന പ്രാണികൾ എവിടെ നിന്നാണ് വരുന്നതല്ല. ഇവിടെ പുല്ല് വെച്ചോണ്ടാന്ന് തോന്നുന്നു, ലോണ്. അപ്പം ഭംഗിയാണ് കാണാൻ. പക്ഷേ സംഭവം എനിക്കിപ്പോൾ തോന്നുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ കാണുമ്പോൾ നല്ല പച്ചപ്പാണ്, പക്ഷേങ്കിൽ നല്ല പ്രാണികൾ വരുന്നുണ്ട്. അപ്പം ഇനി ഞാൻ നേരത്തെ ഇത് ക്ലീൻ ആക്കിയതാണ്. പിന്നെ വീണ്ടും മഴ പെയ്തു, വീണ്ടും തുടക്കണം. ഞാൻ ഇവിടെ തന്നെ മോപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ ഇവിടുത്തെ വലിയ ടാസ്ക്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. സ്റ്റെപ്സിൽ റൂഹി അകത്തേക്ക് പോ. ഓക്കെ, അപ്പം ഇവിടെ തൊട്ടേ ഞാൻ മോപ്പ് എടുത്തിട്ട് ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ തേക്കി വീഴും.
റോസു ആണ് ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത്. റോസു താഴേക്ക് കാണിച്ചു കൊടുക്ക്, എൻ്റെ കൂടെ വാ. ഇവരൊന്നും വെള്ളമായാൽ പിന്നെ ഇതിലോട്ട് ഇറങ്ങാനില്ല. ഉണ്ടോ, നല്ല വെള്ളമുണ്ട്. വൈപ്പ് ചെയ്തിട്ടും പോകുന്നില്ല, തുടച്ച് കഴിഞ്ഞാലേ പോവുള്ളൂ. ഓക്കെ, ഇപ്പോൾ സാധാരണ നമ്മൾ വീടിൻ്റെ അകം തുടക്കണ പോലെ എനിക്കിപ്പോൾ മുറ്റം തുടക്കേണ്ട അത് വന്നു. അല്ലെങ്കിലോ തുടക്കാൻ ഇവിടെ ആളില്ല. അപ്പോഴാണ് ഇതും ഭംഗിയാട്ടോ സംഭവം ഈ ഒരു ഇത്. പക്ഷേ വെക്കുന്നവർ ശ്രദ്ധിക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ തുടക്കുന്നതിൽ വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. സ്റ്റെപ്സിൽ ഇനിയിപ്പം വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മഴ പെയ്തില്ലെങ്കിലും ഈ സ്റ്റെപ്സ് മാറ്റ് ഫിനിഷിൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് അവിടെയാണല്ലോ ചെരുപ്പ് അയച്ചു വെച്ചിട്ട് നമ്മൾ കാലിൻ്റെ അടയാളം, ഗസ്റ്റുകൾ ഒരു 10 ഗസ്റ്റ് വന്നാൽ 10 ഗസ്റ്റുകൾ കാലിനടയാളം ദിമ്മിൽ വീഴും. അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു ഗുണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തുടക്കണം. അത് വെള്ളം ഒഴിച്ചാൽ പോവില്ല, അടിച്ച് വാരിയാലും പോവില്ല. ഇങ്ങനെ മോപ്പിട്ട് തുടച്ചാൽ മാത്രമേ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ടൈലിൻ്റെ ഒരു പ്രത്യേകതയാണ്. തുടച്ചാൽ നല്ല വൃത്തിയാണ്, പക്ഷേ പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പം ഇതിൻ്റെ മേലെ ഒരു മാറ്റ് ഇടാനുണ്ട്. പക്ഷെ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളമായിട്ടുണ്ടെങ്കിൽ ആ മാറ്റിൽ ഫുള്ള് വെള്ളമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ മാറ്റ് ഇടാണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടക്കാനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഭാഗത്ത് നല്ല വെള്ളമുണ്ട്, അപ്പോൾ അവിടെ വൈപ്പ് ചെയ്യേണ്ടി വരും. വൈപ്പ് ചെയ്താലും ഒന്ന് തുടക്കേണ്ടി വരും. അപ്പം മഴ മാറി വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇക്ക വന്നിട്ട് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ വീട്ടിലെ കറണ്ട് ബില്ല് വന്നു. ഫസ്റ്റത്തെ ബില്ല് ഭയങ്കര സംഭവമായിരുന്നു. സോളാർ വെച്ചിട്ടും നമുക്ക് വന്ന ബില്ല്, പക്ഷേ സോളാർ കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ബില്ലായിരുന്നു, അത് കറക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞത്. ആ രണ്ടാമത്തെ ബില്ല് വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇക്ക വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താ റുഹി, പപ്പ എന്തെങ്കിലും കൊണ്ടുവന്നോ നോക്കുകയാണ് ഒരാൾ. ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞുള്ളൂ ഈച്ചൻ്റെ ശല്യം. ഈച്ചൻ്റെ ശല്യത്തിന് ഒരുപാട് ടിപ്സൊക്കെ ആയിരിക്കും നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ആ ടിപ്സൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. കൂടാണ്ട് എന്തോ ഒരു സാധനം കൊണ്ട് വരുന്നുണ്ട്. ഇക്കൊക്കെ ഇപ്പോൾ ഇതൊരു ഹോബി ആയിട്ടുണ്ട്. എന്താണിത്? ഡ്രാഗൺ സൊല്യൂഷൻ, ഈച്ച നാശിനി. പറിച്ചോനെ, ഹൗസ് ഫ്ലൈ. ഓക്കെ, വേറെന്താ ഇതല്ലാണ്ട്? ഓ, ഇത് എവിടെ കിട്ടി? നല്ല രസമുണ്ടല്ലോ, നല്ലൊരു ബോട്ടിൽ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യാനുള്ള ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇക്കൻ്റെ ഒരു നാച്ചുറൽ റെമഡി കാണിച്ചെടുക്കണ്ടേ? അതിൽ ഒരു ഈച്ചെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കട്ടെ. ഈച്ചനെ എവിടുന്നൊക്കെ തപ്പി പിടിച്ച് നമ്മൾ യൂട്യൂബിൽ കമൻസിൽ കണ്ടതാ. നോക്കട്ടെ അല്ലോ. ഇതെന്തൊക്കെയാണ് സംഭവങ്ങൾ? ഇതിങ്ങനെ ഈ വെള്ളം ഒരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കേ. ഇതിലുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളത് എല്ലാതും കൂടി ചേർത്തിട്ടുണ്ട്. എന്താ? ഈസ്റ്റ്, വെള്ളം, ശർക്കര, സോപ്പ് പൊടി. ചായ പോലെ ഉണ്ടല്ലോ. ചായ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഈസ്റ്റ്, പറഞ്ഞോളേ. ഈസ്റ്റ്, വെള്ളം, ശർക്കര, വാഷിംഗ് ലിക്വിഡ്, ഡിഷ് വാഷിംഗ് ലിക്വിഡ്. അപ്പൊ അത് സുർക്ക എല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ട്രാപ്പാണ്. പിന്നെ ഇതെന്താ എൻ്റെ കപ്പ് എടുത്തിക്കണ്? പറയണ്ട. അതോ ശർക്കര എന്തോ ആക്കിക്കണില്ലേ? ഇതിലാണ് ശർക്കര വെച്ചിരിക്കണത്. ഇതിന്റെ കപ്പ് പൊട്ടിയതെങ്കിൽ ഇപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു. യൂട്യൂബിൽ ആരോ ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ, എന്തോ ഒരു പേര്, ഫ്ലൈ ഓഫാ, നോ ഫ്ലൈ. അത് കിട്ടില്ലല്ലേ? ഇതെന്ത് ചെയ്യണത്? ഇങ്ങനെ സ്പ്രേ ചെയ്യാനാ? കോമഡി വെറുതെ പബ്ലിക് ആക്കണ്ട കേട്ടോ. ഈച്ച ഓടി കളിക്കുന്നതാ. അപ്പൊ നമ്മുടെ കറണ്ട് ബില്ലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോളാർ വെച്ചതിന് ശേഷമുള്ളത്.
അത് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് വെക്കോ നിങ്ങൾ, ഒന്ന് വെച്ചെടുക്കട്ടെ. മൂപ്പരാണ് സംസാരിക്കാൻ പോണെന്ന്. എന്തിനാ ഈ ബട്ടൺസ് അയക്കരുത്? ഓക്കെ, സീരിയസ് ആയിട്ട് സംസാരിക്കൂട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പിന്നെ എൻ്റെ അക്ക ഫോണിൽ ഏത് നേരം ഇങ്ങനെ റീല് നോക്കിക്കണോണ്ട് സബ്ജക്റ്റ് മാറിപ്പോണ്ട. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇലക്ട്രിസിറ്റി. ഞാനല്ല ഫുൾ ടൈം റീലാണ്, നീയാണ്. ഇത് ഇങ്ങനെ കാണിക്കണല്ലേ? ഐ എം സോറി, ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോയിൽ. അതായത് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ പാട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഹൗസ് വാമിങ് കഴിഞ്ഞ് ഫസ്റ്റത്തെ മന്ത് നമുക്ക് സോളാർ വെച്ചതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് ഭയങ്കര കുറവായിരിക്കും, അപ്പോൾ തന്നെ സോളാർ കണക്റ്റ് ആയിട്ടുണ്ടാവും എന്നൊക്കെ ആയിരുന്നു എൻ്റെ തെറ്റായ ധാരണ. അങ്ങനെ പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഫസ്റ്റത്തെ കറണ്ട് ബില്ല് നമുക്ക് നോർമൽ, അതായത് സോളാറിന്നല്ല, മീൻസ് അത് കണക്റ്റ് ആക്കിയിട്ടില്ല. അത് ഞാൻ ഇക്ക പറഞ്ഞുതരാം. എന്നാ ബില്ലൊന്ന് കാണിച്ചു കൊടുക്കോ? ഇതാണ് മുമ്പത്തെ ബില്ല് 5300. മുമ്പത്തെ ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് വാമിങ്ങിന്റെ സമയത്തുള്ള ബില്ല് മെയ് 2 വന്ന ബില്ലാണ്. ഏപ്രിൽ 8 നമ്മൾ ഹൗസ് വാമിങ്. അപ്പോൾ ഏപ്രിൽ 2 മുതൽ ഏകദേശം മെയ് 2 വരെ 5300. അന്ന് നമുക്ക് സോളാർ ഉണ്ടായിരുന്നു. പക്ഷെ സോളാറിന്റെ പകല് മാത്രം നമ്മൾ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള കറണ്ടൊക്കെ നമ്മൾ സോളാറിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള നമ്മൾ KCB നിന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ അത്രയും യൂസേജ് ഉള്ളതുകൊണ്ട് അന്ന് 5300 ആയി. കാരണം വെച്ചാൽ ആ നമ്മൾ എക്സ്ട്രാ പകല് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി എക്സ്ട്രാ ഉള്ള കറണ്ട് നമ്മൾ KCB കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ഇപ്രാവശ്യം വന്ന ബില്ല് ഇപ്രാവശ്യത്തത് മാഷാഅല്ലാ 233. നമ്മൾ നെട്ടിപ്പോയി. ഇതെന്താന്ന് വെച്ചാല് മെയ് 10 മുതലാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന കറണ്ടിന്റെ എക്സ്ട്രാ ഉള്ളത് ഇവിടുന്ന് ഉപയോഗിച്ച് ബാക്കിയുള്ള എക്സ്ട്രാ ഉള്ള KCB കൊടുക്കാൻ തുടങ്ങിയ മെയ് 10 മുതലാണ്. അപ്പോൾ ആ മെയ് 10 മുതൽ ജൂൺ 1 വരെയുള്ള കറണ്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ അത്രയും മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഉള്ള എമൗണ്ട് 233 മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഈ മാസം നമ്മൾ 1-ാം തീയതി മുതൽ തന്നെ നമ്മൾ KCB കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായാലും എക്സ്ട്രാ, അതായത് KCB എടുക്കുന്നതിനേക്കാളൊക്കെ എങ്ങനെയായാലും കൂടുതൽ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള കറണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു യൂണിറ്റിന് എത്ര കുറഞ്ഞ റേറ്റിൽ നമ്മുടെ ബാങ്കിലുണ്ടാവും. ബാങ്കിലല്ല, ഈ ഇതിൽ ക്രെഡിറ്റിലുണ്ടാവും. അത് അടുത്ത ബില്ലിൽ വരുമ്പോൾ ഇനി കുറവാണെന്നുണ്ടെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊന്ന് അതും കൂടെ ഒന്ന് കാണിക്കോ? ഞാൻ ലാസ്റ്റ് അല്ല, അതെല്ലാം ഒന്ന് എടുക്ക്. ഞാൻ അവിടെ പോയി ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഇതാ പുറത്ത് മഴ ചെയ്യണേ. ആ പുറത്ത് മഴ ചെയ്യുമ്പോൾ ഏകദേശം 2.25 യൂണിറ്റ്, അതായത് മണിക്കൂറിൽ 2.25 യൂണിറ്റ്. ഇതാ മേലത്, അതാ സോളാർ കണ്ടില്ലേ? അതിൻ്റെ അടുത്ത് കണ്ടില്ലേ 2.25? അതിൻ്റെ അടുത്ത് കണ്ടില്ലേ 2.25 യൂണിറ്റ് എന്ന്? അപ്പോൾ സോളാറിന്ന് ഇപ്പോൾ ഇത്രയും മഴക്കാർ മൂടി കിടക്കുന്ന സമയത്ത് പോലും 2.25 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, കറണ്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ 5 കിലോവാട്ടിൻ്റെ 5 യൂണിറ്റിൻ്റെ പിന്നെ സോളാറാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ വീട്ടിൽ ഇത് അകത്ത് വീട്ടിൽ കറണ്ട് എവിടെ കണ്ടില്ല 486 വാട്ട്, അതായത് ഒരു യൂണിറ്റ് പോലും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള 2.25 ആ 486 കഴിച്ചിട്ട് ബാക്കിയുള്ള 2.25 യൂണിറ്റോളം, അതായത് ഒരു മണിക്കൂറിൽ 2.25 യൂണിറ്റോളം നമ്മൾ KCB കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ ഉള്ള കറണ്ട് KCB കൊടുത്തിട്ട്. അപ്പോൾ വൈകുന്നേരം വരെ ഏകദേശം 5:30 മണി വരെയൊക്കെ ഇപ്പോൾ, കാരണം വെച്ചാൽ ഇത് മഴക്കാറുള്ളതുകൊണ്ട് അധിക സമയം 5 മണിയൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം നിൽക്കും. അപ്പോൾ അതുവരെ നമ്മൾ KCB കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എക്സ്ട്രാ. ഇപ്പോൾ കഴിഞ്ഞ മാസം, ഇപ്പോൾ നമ്മൾ ബില്ല് വന്ന മാസം നമ്മൾ ഒരു മിനിറ്റ് അതുകൂടെ ഓക്കെ, ഇതാ കഴിഞ്ഞ മാസമായിട്ടില്ല, കഴിഞ്ഞ മാസത്തെ നിൽക്കുന്നു. ഒരു മിനിറ്റ്, 5-ാം മാസം ഇതിൽ കണ്ടില്ല സിസ്റ്റം ടു ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 11-ാം തീയതി മുതലാണ് നമ്മൾ ഗ്രിഡിൽ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത്രയും ആ ഒരു 20 ദിവസം കൊണ്ട് നമ്മൾ 272 യൂണിറ്റ് KCB കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കണ്ടില്ലേ 188 യൂണിറ്റോളം നമ്മൾ സോളാറിന് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. പിന്നെ KCBന്ന് 315 യൂണിറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 315 KCBന്ന് ഉപയോഗിച്ചു, 272 നമ്മൾ കൊടുത്തു. അതിൻ്റെ ഏകദേശം റേറ്റാണ് നമുക്ക് വന്ന് 233 രൂപയോളം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് റിലേറ്റഡ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സോളാർ വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ
ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് കറണ്ട് ബില്ലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുകൂടെ അത് ഞാൻ പറയാം. വേറെ ഒന്നുകൂടെ ഇവിടെ കണ്ടില്ല, ഒരു ബാറ്ററി എന്നുള്ള സൈൻ കണ്ടില്ലേ? ഏതാണ്? അതിന് തൊട്ടടുത്ത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ബാറ്ററി 100% ചാർജായി കിടക്കുകയാണ്. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ, അതായത് വൈകുന്നേരം മുതൽ രാവിലെ വരെ ഇൻ കേസ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബാറ്ററിയിൽ നിന്നായിരിക്കും ഇതെടുക്കുക. ഇപ്പൊ കറണ്ട് ഉണ്ട് അല്ലേ? ഇപ്പൊ കറണ്ട് ഉണ്ട്. ഇന്ന് 5 മണിക്ക് കറണ്ട് വരും എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ 5 വരെ പോവാം എന്നുള്ളത് പറയുന്നല്ലേ. ഓക്കെ, ഇപ്പൊ കറണ്ട് ഉണ്ട്. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് ഇതിൽ നിന്നാണ്. പകലല്ല, പകൽ സോളാറിൽ തന്നെ എടുക്കും. രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ബാറ്ററിയിൽ നിന്ന് എടുക്കും. അപ്പോൾ മിക്കവാറും നമ്മൾ ഫാനും ലൈറ്റ് മാത്രമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം മുതൽ രാവിലെ വരെ ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഈ ബാറ്ററി തന്നെ ഉണ്ടാവും ധാരാളം. നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളത് 5 kW ഹൈബ്രിഡ് ആണ് കേട്ടോ. സോളാർ വെച്ചിട്ടുള്ളത് നെസ്ട്രോ സോളാറാണ്. ആ ടീമാണ് നമുക്ക് സോളാർ നമ്മുടെ വീട്ടിലോട്ടുള്ള വെച്ച് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം, പിന്നീട് കമൻ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സോളാറിൻ്റെ അത് ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? പാനൽസ് കാണിച്ചിരിക്കാം. പാനലല്ല, എന്താ അതിൻ്റെ പറയാ, ഒരു വീടായിട്ട് നമ്മള് വീടായിട്ട് അത് മുട്ട് പ്രായമായി തുടങ്ങിയില്ലേ? കാൽമുട്ട് നടത്തം കണ്ടാ വിചാരിക്കും ഒട്ടും വയ്യാന്ന്. കാൽമുട്ട് വളയുന്നില്ല ശരിക്കും നടക്കിങ്ങള് കാണുന്ന വിചാരിക്കും ഇക്കൊക്കെ വയ്യാന്ന്. കേൾക്കണേ ഇഷ്ടല്ല. എന്തെങ്കിലും എന്റെ വീട്ടിൽ പോകുമ്പോഴും ഇക്കാന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴും എല്ലാരും സെൽഫി വീഡിയോ എടുക്കല്ലേ, എന്നാലും ഇനിയും കൂടി കിട്ടുള്ളൂ. എന്നിട്ട് ഇക്കാനെ മാത്രം കിട്ടണുള്ളൂ. നിന്നോട് കുറച്ച് ബുക്സ് ഇവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാർ പറയണാണ് നിങ്ങൾ വീട് സെറ്റായോ. അത് സെറ്റായിട്ടില്ല. കാരണം നമ്മളെ ബുക്സ് വെക്കുന്ന ഷെൽഫാണ്. ഷെൽഫിനുള്ളിൽ എത്രയോ ബുക്സ് ഇനി നമ്മൾ യുഎന്ന് കൊണ്ടുവന്നുണ്ട്. ഇവിടുത്തെ ബുക്സ് ഉണ്ട്. ഇതൊന്നും ഇതുവരേക്കും വെക്കാനുള്ള സമയം കിട്ടില്ല. അത് പോയിട്ട് നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളില്ലേ, അതും ഇതുവരേക്കും ഇവിടെ എത്തിയിട്ടില്ല. അതിലല്ല ബുക്കുള്ളത്, ഈ വാർഡ്രോബിലാണ്. ഇതിൽ ഒരു പെട്ടിൻ്റെ അകത്താണ്. ഞൊക്കെ എടുത്തിട്ട് വേണം ഇവിടെയൊക്കെ, ഇവിടെയും ക്ലീൻ ചെയ്യണം കേട്ടോ നമുക്ക്. ഓക്കെ, നമ്മളിനി ബാക്ക് ടു സോളാറിലോട്ട് കിടക്കാം. വേറെ സ്ക്രീൻ ഉണ്ടായിരുന്നല്ല. ഇതാണ് സോളാറിൻ്റെ എന്താ പറയാ, സോളാറിൻ്റെ കൺട്രോൾ പാനല്, ഇൻവെർട്ടർ, ബാറ്ററി എല്ലാം. ഏതാ നമ്മൾ ബാറ്ററി ഇതല്ലേ? ഇത് ബാറ്ററി, ഇതിന് മൊത്തം ഇൻവെർട്ടർ കൺട്രോൾ പാനൽ എന്താ പറയാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനറിയില്ല. പക്ഷേ സംഭവം പൊളിച്ചിട്ടുണ്ട്. ഈ സോളാർ ഉള്ളതുകൊണ്ട് സമാധാനമായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ കറണ്ട് പോയത് നമ്മൾ അറിയണില്ല. അത് വലിയൊരു സത്യാവസ്ഥ. ഇവിടെ വീടിരുന്നതിന് ശേഷം നമുക്ക് കിട്ടിയ വലിയൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് പോയത് ഞങ്ങൾ അറിയണേ ഇല്ല കേട്ടോ. യുഎത്തൊക്കെ പോലെ തന്നെ, അതായത് കറണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് അപ്പുറത്തെ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വേണം നമ്മൾ അറിയാൻ. അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കേണ്ടി വരും. അല്ലാഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മോട്ടർ വരെ നമ്മൾ ഇടുന്നുണ്ട് ഈ സോളാർ വെച്ചിട്ട്. ഓക്കെ, അത് വലിയൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കാര്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും കറണ്ട് പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതും വരുന്നില്ല. കറണ്ട് പോയാലും നമുക്ക് കറണ്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നേരത്തെ ഇക്കാൻ്റെ ഫോണിൽ കാണിച്ചില്ലേ ഇവിടുത്തെ എന്തൊക്കെയാണ്, മീൻസ് എത്ര കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇനി എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ. അതൊക്കെ ഈ കൺട്രോൾ പാനലിൽ കാണിക്കുന്ന സംഭവങ്ങളാണ്. ഇതാണ് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് വന്നിട്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ കറണ്ട് പോയെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഫോൺ നോക്കിയാൽ മതി കേട്ടോ. ഫോണിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഈ സോളാറിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പിന്നീട് കമൻ്റായിട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ സോളാർ വെച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വെച്ചോളൂ. കാരണം നമ്മൾ അത്യാവശ്യം നോക്കിയിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല ടീമിനെ തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ സോളാർ വെക്കണം എന്നുള്ളവർക്ക് വെച്ചോളൂ കേട്ടോ. നനഞ്ഞ ബുക്സാണ് വെക്കണത്. പിടിച്ചിട്ടുണ്ടാവും. എവിടെ ഇപ്പോൾ വെച്ചങ്ങള്? ഇതാ നമ്മുടെ ലൈബ്രറി കേട്ടോ. ഒരുപാട് ബുക്സ് ഉണ്ട് ഇതിൽ വെക്കാൻ. പക്ഷേ സമയം കിട്ടണ്ടേ. അന്ന് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ബുക്സ് കൊണ്ടുവന്ന് വെച്ചതാ. പിന്നെ ഇങ്ങോട്ടൊക്കെ കയറിയിട്ടില്ല. എനിക്ക് ബുക്സൊക്കെ വായിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവരാരും എനിക്ക് സമയം തരില്ല. സമയമുള്ള കാലത്ത് നല്ല വായിച്ചിരുന്നു. പിന്നെ
ഞാൻ എത്ര പോലും വനിതാ മാഗസിനൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ കുക്കറി ഭാഗമാവും. അത്യാവശ്യം ബുക്സൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. പിന്നെ കാരണം ഇവർക്കൊക്കെ ഫ്രീ ടൈം ഉണ്ട് ഇതൊക്കെ വായിച്ചിരിക്കാനേ. ഇതൊക്കെ വായിക്കണ സമയം കൊണ്ട് വേറെ വല്ലതും വല്ല ക്ലീൻ സ്പീക്കർ ഉണ്ട്, അതിനല്ലേ ഞാൻ സംസാരിച്ച കയ്യിൽ പെട്ടുണ്ടാവുക. അത് സാരില്ല. അതെന്ത് എല്ലാവരും മനസ്സിലാക്കട്ടെ നിങ്ങളെ എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എന്താ അവിടെ ഒരു വൈപ്പർ പുറത്ത് കിടക്കുന്നുണ്ട്. ഇനി അതെങ്ങനെ എടുക്കുന്ന ഒരു പഠിച്ചവനക്കറിയാം. കണ്ടങ്ങള് ഒരു വൈപ്പർ ഇവിടെ ക്ലീൻ ചെയ്തപ്പോൾ ഒരു വൈപ്പറിൻ്റെ ഒരു കഷ്ണം കിടക്കുന്നുണ്ട് അവിടെ. അതിന് എടുക്കണമെങ്കിൽ നമ്മൾ അപ്പുറത്തൂടെ കോണി വെച്ച് കയറി എടുക്കണം. ഇവിടെ സ്റ്റെപ്പ് വെക്കാന്ന് വേണ്ടെന്നിട്ടല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതും കൂടി തുറന്നിട്ട് വേണം. ഇനിയിപ്പോൾ ഇതും കൂടി ഞാൻ നോക്കണം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ ഭംഗിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ മെയിൻ്റനൻസ്. ആ മെയിൻ്റനൻസ് ബുദ്ധിമുട്ടുള്ളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇവിടെ ഡോറായിരുന്നു, ഓപ്പൺ ടെറസ് ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് ഒഴിവാക്കി ഫിക്സഡ് ഗ്ലാസ് വെച്ചു. ഓക്കെ.